ഈ വിവാദം ഉണ്ടായി, സാറിൻ്റെ അറസ്റ്റ് കഴിഞ്ഞു, സാറ് ജാമ്യത്തിലെത്തി. ഈ അക്രമത്തിന് ഈ വിവാദങ്ങൾക്കും ഇടയിൽ സാറിന് അനുകൂലമായിട്ട് നിന്ന് ആരെങ്കിലും ഉണ്ടോ? സംഘടനകളോ അല്ലെങ്കിൽ വ്യക്തികളോ? ഈ സംഘടന എന്നെ തള്ളിപ്പറയുക തന്നെയാണ് ആദ്യകാലത്ത് ചെയ്തത്. എന്നെ എൻ്റെ സംഘടനയിൽ നിന്ന്, ഞങ്ങളുടെ കോളേജ് യൂണിറ്റിൽ നിന്ന് എന്നെ പുറത്താക്കാൻ വേണ്ടിയിട്ടൊക്കെയുള്ള ശ്രമം നടക്കുമ്പോഴാണ് എന്നെ അറസ്റ്റ് ചെയ്തത്. പിന്നീട് അത് അവർ വേണ്ടെന്ന് വെച്ചതാണ്. എന്നാൽ പിന്നെ സംഘടനയുടെ പ്രതിനിധികളൊക്കെ വന്ന് ഇതിനെക്കുറിച്ച് കോളേജിൽ വന്ന ആദ്യം ഞാൻ ഒളിവിലായിരുന്ന സമയത്ത് അന്വേഷിക്കുകയും എനിക്കെതിരായിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെയാണ് അവർ എഴുതിപ്പോയത്. അങ്ങനെ യൂണിവേഴ്സിറ്റി തലത്തിലും അതുപോലെ തന്നെ സംഘടനാ തലത്തിലും രാഷ്ട്രീയ തലത്തിലും അധികാരികളുടെ തലത്തിലും സഹപ്രവർത്തകരുടെ തലത്തിലുമൊക്കെ ഉള്ള ഒരു ഒറ്റപ്പെടുത്തൽ എനിക്കുണ്ടായിട്ടുണ്ട്. എന്നാലും എനിക്ക് ഒപ്പം നിന്ന ചില സുഹൃത്തുക്കൾ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെയൊക്കെ പരിണതഫലം അവർ അനുഭവിച്ചിട്ടുണ്ട്. എന്നോടൊപ്പം നിന്ന ജോയി മാത്യു എന്ന പേരുള്ള ഒരു പ്രൊഫസർ, കൊമേഴ്സിലെ ഒരു പ്രൊഫസറാണ്. അദ്ദേഹത്തിന് അർഹതപ്പെട്ട ഒരു HOD സ്ഥാനം, വകുപ്പ് മേധാവി സ്ഥാനം പിന്നീട് മാനേജ്മെൻറ്റ് കൊടുക്കാൻ തയ്യാറായില്ല. അദ്ദേഹത്തിന് അവസാനം അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ്റെ കീഴിൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ വകുപ്പ് മേധാവിയാകുകയും അദ്ദേഹത്തിൻ്റെ കീഴിൽ അധ്യാപകനായിട്ട് പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അത്രമാത്രം എന്നെ സഹായിച്ച ആളാണ് അദ്ദേഹം. അതിനുള്ള ഒരു പ്രതികാര നടപടി മാനേജ്മെൻറ്റിൽ നിന്ന് പല കാലത്തും അദ്ദേഹത്തിനുണ്ടായിട്ടുണ്ട്. അതുപോലെ ഈ മാനേജ്മെൻറ്റ് നടത്തിയ എൻക്വയറി കമ്മീഷൻ്റെ മുമ്പാകെ എനിക്ക് വേണ്ടി സാക്ഷി പറഞ്ഞ ആളുകളുണ്ട്, അധ്യാപകരുണ്ട്, 3-4 പേര്. അവരൊക്കെ പിന്നീട് പല രീതിയിൽ ഭീഷണിപ്പെടുത്തുകയും ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തതായിട്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ഈ വിവാദം തുടങ്ങിയ സമയത്ത് തന്നെ സാർ ഇടതുപക്ഷ സംഘടനയുടെ ആളാണ് എന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ ചർച്ചയുണ്ടായിരുന്നു. കമ്മ്യൂണിസ്റ്റ് അനുഭവമുള്ള ആളാണ്, പിന്നെ ക്രിസ്ത്യൻ തീവ്രവാദിയാണ്. ഇങ്ങനെയുള്ള പലവിധ സാമൂഹ്യ മാധ്യമങ്ങളിൽ വഴിയാണല്ലോ കൂടുതൽ വന്ന് ഉണ്ടായത്. അപ്പോൾ ഇതൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഈ പ്രശ്നം കഴിഞ്ഞതിന് ശേഷം സാറ് എനിക്ക് തോന്നുന്നു RSSൻ്റെ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. ഇടയ്ക്കെപ്പോഴോ ഒരു മോഹൻജി ഭാഗത്ത് വന്ന പരിപാടിയാണോ എന്നറിയില്ല, ഒരു പരിപാടിയിൽ താങ്കൾ പങ്കെടുത്തിരുന്നു. അപ്പോൾ അതിനുശേഷം പിന്നെ സാറ് RSSൻ്റെ ഇതാളായി. ഇങ്ങനെ പല സാറിൻ്റെ മുകളിൽ സോഷ്യൽ മീഡിയ വഴിയും അല്ലാതെയും കെട്ടിയേൽപ്പിക്കപ്പെട്ടു. അതായത് പ്രാകൃതമായൊരു വിശ്വാസത്തിന് ഇപ്പോൾ ഞാൻ അതാണ്, അല്ലാതെ ഇതൊരു നിയമപരമായിട്ടുള്ളൊരു ഇത് മാത്രമാണ്, ഇങ്ങനെയുള്ള വിശ്വാസങ്ങളും അല്ലെങ്കിൽ ഈ മനുഷ്യൻ്റെ മനസ്സിൽ നിന്ന് മാറണമെന്നുള്ള ഇതാണ് സാർ ഇന്നലെ പറഞ്ഞത്. അതിനുശേഷം വളരെ വലിയ സൈബർ അറ്റാക്ക് സാറിനെതിരെ നടക്കുന്നുണ്ട്. സാറ് കണ്ടോയെന്ന് എനിക്കറിയില്ല. സത്യത്തിൽ ആരാണ് TJ ജോസഫ്? ഞാനൊരു സ്വതന്ത്രനായിട്ട് ഈ ഭൂമുഖത്ത് ജീവിക്കാൻ ആഗ്രഹിച്ച ഒരു സാധാരണ മനുഷ്യനാണ്. അതായത് പരമാവധി മറ്റുള്ളവരെ ദ്രോഹിക്കാതെ എൻ്റെ കാര്യം നോക്കി ഞാൻ അധ്വാനിക്കുന്ന പണം കൊണ്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് ഇന്നും തത്രപ്പെട്ടിട്ടുള്ള ഒരാളാണ്. ഞാൻ ആരെയും പിന്നെ ഉപദ്രവിക്കില്ല, അല്ലെങ്കിൽ ആരെയും തട്ടിപ്പറിക്കില്ല. അതുപോലെ തന്നെ എന്നെ അങ്ങനെ ആരും തട്ടിപ്പറിക്കാൻ സമ്മതിക്കില്ല, ഉപദ്രവിക്കാൻ സമ്മതിക്കില്ല. അങ്ങനെയൊക്കെ ഒരു പോളിസിയിലാണ് ഞാൻ ജീവിച്ചു വന്നത്. എന്നും എൻ്റേതായിട്ടുള്ളൊരു അഭിപ്രായം പറയണമെന്നുള്ളത് കൊണ്ട് ഞാൻ അങ്ങനെ ഒരിടത്തും ഒരു സംഘടനയിലും മെമ്പർ, ഈ അധ്യാപക സംഘടനയിൽ അങ്ങനെ ആയി എന്നേ ഉള്ളൂ. അത് മാനേജ്മെൻറ്റ് ഒരു ആവശ്യത്തിന്, മാനേജ്മെൻറ്റിൻ്റെയൊക്കെ കോളേജിൻ്റെയൊക്കെ ആവശ്യത്തിന്, ഞാൻ മുരിക്കാശ്ശേരി കോളേജിലായിരുന്നപ്പം മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു നിർബന്ധം കൊണ്ട് അങ്ങനെ പിന്നെ ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള AKPST എന്നുള്ള സംഘടനയിലായതാണ്. അതിനു മുമ്പ് ഞാൻ പഠിക്കുന്ന കാലത്തൊക്കെ ഒരു ഇടതുപക്ഷ അനുഭാവമാണ്. എന്നാലും ഞാൻ അന്ന് SFIയുടെ അനുഭാവിയായിരുന്നു. അതായത് എന്നാലും ഒരിക്കലും മത്സരിക്കാനോ അതിൽ മെമ്പർഷിപ്പ് എടുത്ത് പ്രവർത്തിക്കാനോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നുമില്ല. എനിക്കെപ്പോഴും അവരുടെ ഒരു മുദ്രാവാക്യമൊക്കെ ഇഷ്ടമായതുകൊണ്ട്, സമത്വം സാഹോദര്യം എന്നൊക്കെയുള്ള ആ മുദ്രാവാക്യത്തിലൊക്കെ വശീകൃതനായിട്ട് അങ്ങനെ എല്ലാ മനുഷ്യരും തുല്യരായിട്ട് ജീവിക്കുന്ന സമത്വസുന്ദരമായൊരു ലോകമൊക്കെ സ്വപ്നം കണ്ട് അങ്ങനെ വശീകരിക്കപ്പെട്ട് ആ ഒരു ചിന്താഗതി പദ്ധതിയിൽ വന്നതാണ്. പക്ഷേ ഞാൻ അതിൻ്റെ ഒരു പ്രവർത്തകനോ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് കഷ്ടപ്പാടുകൾ അനുഭവിക്കാനൊന്നും മെനക്കെട്ടിട്ടില്ല. എനിക്ക് ചുറ്റുമുള്ളവരെയൊക്കെ എനിക്ക് അധ്വാനിച്ച് ഞാൻ ജീവിക്കും. എൻ്റെ അടുത്തുള്ളവരെയൊക്കെ പരമാവധി സഹായിക്കാൻ നോക്കും. അങ്ങനെ എൻ്റെ അടുത്തുള്ളവരെയൊക്കെ സഹജീവികളായിട്ട് ഞാൻ പഠിക്കുന്ന കാലത്തും നാട്ടിൽ താമസിക്കുന്ന കാലത്തും അങ്ങനെയൊക്കെ ഞാൻ ജീവിച്ചു പോകുന്ന ഒരു സാധാരണക്കാരനാണ്. അപ്പോൾ അങ്ങനെ ഒരു സാധാരണ ഒരു പച്ച മനുഷ്യൻ എന്നൊക്കെ എന്നെ വിളിക്കുന്നതിൽ എനിക്ക് വിരോധമൊന്നുമില്ല. പിന്നെ അങ്ങനെ കോളേജിലാണേലും സംഘടനയുടെ ഒരു സ്ഥാനത്തും ഞാൻ അങ്ങനെ ഇരുന്നിട്ടൊന്നുമില്ല. അംഗമാണെന്ന് മാത്രം. അവരുടെ വാർഷിക പൊതുയോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരുടെയും കൂടെ പോകും, അതിന് പരിസംഖ്യ കൊടുക്കും, അങ്ങനെയൊക്കെ ഇരിക്കുകയാണ്. ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ നമ്മൾ മതമായിട്ട് യോജിച്ച് മതസ്ഥാപനത്തിലാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് അവരുമായിട്ടൊക്കെ സമരസപ്പെട്ട്, എന്നാൽ എൻ്റെ അഭിപ്രായം വേണ്ടിടത്ത് ഞാൻ പറയുകയും ചെയ്യും. അതായത്
പിന്നെ ഒരു വിനീത വിധേയനെന്നൊന്നും എന്നെ വിളിക്കാൻ പറ്റില്ല. ഞാനൊരു വിപ്ലവകാരിയോ അല്ലെങ്കിൽ സഭയ്ക്കെതിരെ നിൽക്കുന്ന ആളല്ല. പക്ഷേ ഞാൻ എന്നോട് ചോദിക്കുന്നതിന് ഞാനൊരു അഭിപ്രായം പറയും, അതെൻ്റെ അഭിപ്രായമായിരിക്കും. അങ്ങനെ അഭിപ്രായ സ്വാതന്ത്ര്യം എനിക്ക് എപ്പോഴും വേണ്ടതുകൊണ്ട് ഞാൻ അങ്ങനെ തുടർന്ന് പോരുകയാണ് ചെയ്തത്.